കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒരവശത വന്നാൽ കൂട്ടായിട്ട് ഒരാൾ അരികിലുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? എന്താ ഹരിതയുടെ അഭിപ്രായം? ഞാനെന്തു പറയാനാ സാർ, അതൊക്കെ സാറും സാറിന്റെ ഏട്ടനും കൂടിയല്ലേ തീരുമാനിക്കേണ്ടത്. അമ്മ ഇപ്പൊ ഒറ്റയ്ക്കല്ലേ? അതെ. ഹരിതയുടെ അച്ഛനെ നഷ്ടപ്പെട്ടപ്പോ അമ്മയ്ക്ക് വേറെ വിവാഹമൊന്നും ബന്ധുക്കൾ ആലോചിച്ചില്ലേ? അമ്മാവന്മാരൊക്കെ ഒരുപാട് ആലോചിച്ചിരുന്നു. പക്ഷേ എന്നെ ഓർത്ത അമ്മ വേറെ കല്യാണം കഴിക്കാതിരുന്നത്. ശരി, അച്ഛൻ വന്നിട്ട് അച്ഛനോടൊപ്പം ഞാൻ തന്റെ വീട്ടിലേക്ക് വരാം. ശരി സർ. ആ സർ, ഫയൽ ഒപ്പിടാൻ. ഞാൻ ഒപ്പിട്ട് വെച്ചേക്കാം. ഹരിത വയ്ക്കോ? ഗംഗേട്ട, ചായ. എന്താണെന്നറിയില്ല, കുറച്ച് സമയമായിട്ട് കാരണമില്ലാതൊരു നെഞ്ചിരിപ്പ്, ആകെ ഒരു ഭയം പോലെ. അതെന്താ അങ്ങനെ? ഇപ്പോഴത്തെ ഈ സംഭവങ്ങളൊക്കെ ആലോചിച്ചിട്ടായിരിക്കും എന്തോ ഒരു വിഷമം ഉണ്ടാകാൻ പോകുന്ന പോലൊരു തോന്നൽ. കോട്ടയത്തായിരുന്നെങ്കിൽ പനച്ചിക്കാട്ട് ദേവി ഒന്ന് തൊഴുതു വരുമ്പോഴേക്കും എല്ലാം മാറിയേനെ. ഇവിടെ ഇപ്പോ അമ്പലത്തിൽ പോകാൻ പോലും പറ്റുന്നില്ലല്ലോ. അമ്പലത്തിൽ പോവാതെ ഭഗവാനെ കാണാൻ പോയെന്ന് കള്ളം പറയല്ലേ? അതിന്റെ പേടിയായിരിക്കും ഇതൊക്കെ. അല്ല, ഇന്ന് എന്തായാലും ഇങ്ങ് എത്തുമെന്ന് മോളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇവിടെ വന്ന ശേഷം അമ്പലത്തിൽ പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങളെ കൂടെ കൂട്ടാതിരുന്ന പോരെ? അത് മാത്രമല്ല സുകന്യെ, മൊത്തത്തിൽ ഈ മാസം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നത്തോട് പ്രശ്നമായിരിക്കും. സാധാരണ ഈ മേടമാസം എന്ന് പറയുന്നത് ഒരു നല്ല മാസമാണ്. കുട്ടികൾക്ക് അവധിയൊക്കെ ഉള്ളൊരു മാസമായതുകൊണ്ട് നമ്മൾ മലയാളികൾക്ക് പലർക്കും ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ നല്ലൊരു വിരുന്ന. എന്നാൽ ഇപ്രാവശ്യം മേടമാസം ഒന്ന് കടന്നു കിട്ടാൻ ഇമ്മണി പാടായിരിക്കും. അതോർക്കുമ്പോ എനിക്കുണ്ട് നല്ല നെഞ്ചെടുപ്പ്. മോൾ MBA ഒക്കെ കഴിഞ്ഞപ്പോ അവൾ ഈ നാട് വിട്ട് പുറത്തോട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനായിരുന്നേ നമുക്കും കൂടെ പോകാമായിരുന്നു. പിന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ മക്കളെ കാണാൻ പോണ്ടേ? അതാ പ്രശ്നം. എനിക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും ജയനെയും ഹരിയേയും കാണാതിരിക്കാൻ പറ്റില്ല. പെമ്മക്കളെ കണ്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹരിയുടെയും ജയന്റെയും കാര്യം അങ്ങനല്ല. അവർക്കിടയ്ക്കിടയ്ക്ക് എന്നെ കണ്ടില്ലെങ്കിലേ വലിയ വിഷമമാണ്. എന്നാലും നാട്ടിൽ ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞു നിൽക്കുന്നതേ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അധികകാലം ഒന്നും തുടരാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ടല്ലേ രാത്രി കിടക്കുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുവോ? അയ്യോ, വീണ്ടും വരെ വന്നല്ലോ. സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. പോയോ നോക്കിയേച്ചു വാ. ജയന, അയ്യോ, അവൻ എന്തെങ്കിലും അറിഞ്ഞിട്ട് വരുവാണോ? ഗംഗേട്ട, വേഗം അകത്തേക്ക് പോ. സാറായിരുന്നോ? സാധനങ്ങളൊന്നും വാങ്ങിക്കൊണ്ട് വന്നതല്ല, ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറാന്ന് വെച്ചു. മോള് ഷോറൂമിൽ പോയല്ലോ. ഞാൻ കണ്ടിട്ടാ വരുന്നത്. പിന്നെ അമ്മ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ? അതെ. സാറ് കയറി വരൂ. ഇവിടെ വേറെ ആരെങ്കിലും സഹായത്തിന് വരുന്നുണ്ടോ? അല്ല, അതായത് ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തരാനായിട്ട്. അങ്ങനെ ആരും ഇവിടെ വരാറില്ല സർ. ആരും വരാറില്ല? ഇല്ല. എന്താ സാറേ? പിന്നെ ഇന്നലെ വഴി ചോദിച്ച ഒരാൾ വന്നിരുന്നു. അത് വീട് തെറ്റി വന്നതാ. അത് ശരി. അതിന് ഞാനാരും കൊണ്ട് വരുന്ന കണ്ടില്ല, വെറുതെ ചോദിച്ചതാ. സാറേ ഇരിക്കേ. എനിക്ക് എല്ലായിടവും നോക്കി കാണണമെന്നുണ്ട്.
എന്താ? എനിക്കേ ഈ വീടൊക്കെ ഒന്ന് നോക്കിയാൽ കൊള്ളാവുന്നുണ്ട്. അല്ല, ഞാനെടുത്തു കൊടുത്ത വീടല്ലേ, അമ്മയും മകളും മാത്രമാണല്ലോ താമസം. നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ കൊണ്ടുവന്ന് കയറി നോക്കണ്ടേ? ഇഷ്ടംപോലെ സൗകര്യമുണ്ട് സാറേ. അതെനിക്ക് നേരിട്ട് ബോധ്യപ്പെടണം. അതുകൊണ്ട് ഹരിതയുടെ അമ്മ ഇവിടെ നിൽക്കേ, ഞാനൊന്ന് കയറി നോക്കിയിട്ട് വരാം. അല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും ഭയമുണ്ടോ? ഇല്ല. പക്ഷെ അതുപോലെ എനിക്ക് തോന്നിയല്ലോ. അല്ല, ഇനി അമ്മ മാത്രമുള്ള വീട്ടിൽ ഞാൻ കയറിയതിന്റെ ഭയമാണോ? അങ്ങനെയൊന്നും ഇല്ല സാറേ. ആ, എന്നാ പിന്നെ അമ്മയുടെ അനുമതിയോടെ ഞാൻ ഈ വീടൊന്ന് സെർച്ച് ചെയ്യാൻ പോവാ. അച്ഛന്റെ മണമുള്ള മുറി തന്നെ. ആള് മാറിപ്പോയില്ലടാ, നമ്മുടെ അച്ഛൻ തന്നെയാ. ഇങ്ങോട്ടും തിരിഞ്ഞേ നോക്കട്ടെ അച്ഛനാണോന്ന്. ആ, അല്ല, അച്ഛനെന്താ ഇവിടെ? അത് പിന്നെ എത്ര ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അല്ല, അച്ഛൻ എന്നെ വിളിക്കുമ്പോ ഗുരുവായൂരിന്ന് പുറപ്പെടുകയാണെന്നല്ലേ പറഞ്ഞേ? അപ്പൊ പുറപ്പെട്ട ഈ സമയം കൊണ്ട് ഇവിടെ എത്തുവോ? എടാ, ഞാനത് പകുതി എത്തിയപ്പോഴാ നിന്നെ വിളിച്ചു പറഞ്ഞത്. ഓ, അങ്ങനെയായിരുന്നോ? അത് മനസ്സിലായില്ല. വാ, നടക്കാം. എങ്ങോട്ട്? അകത്തൊരാളുണ്ടല്ലോ, ഹരിതയുടെ അമ്മ. അവരുടെ മുമ്പിൽ നമുക്ക് സംസാരിക്കാം. അയ്യേ, അവരുടെ മുമ്പിലൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത്? നടക്ക് പെട്ടോളക്കര അങ്ങോട്ട്. നിനക്കൊക്കെ ഇപ്പൊ എന്താ വേണ്ടേ? അത് കൊള്ളാം. ഞങ്ങൾക്കൊക്കെ എന്താ വേണ്ടെന്ന് ഈ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഈ നിൽക്കുന്ന ആളും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന്. ഞാൻ ബന്ധങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ടാ യാത്ര ചെയ്തത്. അത് ശരി. പിന്നെ എന്തിനാ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നത്? അത് പിന്നെ മക്കളായി പോയില്ലേ? അത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തോന്ന്? അച്ഛനായി പോയില്ലേ? അതുകൊണ്ട് അച്ഛന് സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ ഞങ്ങൾക്കും ചിലത് ചോദിക്കാൻ കാണില്ല. അങ്ങനെ ചോദിക്കാനുള്ളേ ഇവിടെ വെച്ച് ചോദിച്ചാ മതി. അതെ, അങ്ങനെ ചോദിക്കുന്നില്ല. അച്ഛൻ വന്നില്ലെങ്കിലേ അവരെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിറക്കോട്ട് വരും. വേണ്ട, ഞാൻ വരാം. എന്നാ പിന്നെ നടക്ക്. മോനെ, ബലം പിടിക്കരുത്. പോരാൻ. എന്തിനാ ഹരിതയുടെ അമ്മ തല താഴ്ത്തി നിൽക്കുന്നത്? നേരെ നോക്കണം. ഇത് ആരാന്നറിയാലോ? അറിയില്ലെങ്കിൽ പറയാം. ഞങ്ങളുടെ രണ്ടാളിന്റെ അച്ഛനാ. ഞങ്ങളെ കൂടാതെ 2 മക്കളും കൂടെ ഉണ്ട് ഈ നിൽക്കുന്ന ആൾക്ക്. അതൊക്കെ സുകന്യക്ക് അറിയാം. എന്നാ അറിയാത്തതായി ഒന്നുണ്ട്. ഈ കുടുംബവുമായി അച്ഛനുള്ള ബന്ധം
എടാ അതല്ലയോ ഞാൻ പറഞ്ഞത്, എന്റെ കുടുംബ സുഹൃത്തിന്റെ ഭാര്യയും മകളുവാ. ആ, ആയിക്കോട്ടെ, കുടുംബ സുഹൃത്താണ്, മകളെ പോലെയാണ് ഹരിത എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം അച്ഛനെ പോലെ എന്റെ അച്ഛനെ ഹരിത കാണുന്നെന്നും പറഞ്ഞിട്ടുണ്ട്. ആ അങ്ങനെയുള്ളൊരു വീട്ടില് അച്ഛന് ഒളിച്ചു താമസിക്കേണ്ട കാര്യം എന്താ? അയ്യോ, ഞാൻ ഒളിച്ച് താമസിച്ചില്ലല്ലോ. ഗുരുവായൂരുന്നാ ഞാൻ വരുന്നത്. ഗുരുവായൂർ നന്ദന അച്ഛൻ നേരെ ഇങ്ങോട്ട് വന്നത്. എടാ എടീ, ഇവിടെ ഇവര് രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഗുരുവായൂരെ പ്രസാദം വേണമെന്ന് ഹരിതമോൾ എന്നോട് പറഞ്ഞായിരുന്നു. ആ അല്ല, ഗുരുവായൂരിലെ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, അത് പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ, എന്നാ പിന്നെ അത് ഞങ്ങൾക്ക് കൂടെ കുറച്ചതാ, ഒന്ന് എടുത്തോണ്ട് വാ. അതെ, ഇടയ്ക്ക് ബസ് വെച്ച് കയ്യിലിരുന്ന കവർ അങ്ങ് മറന്നുപോയി. ആ അല്ല, ബസിന്റെ നമ്പർ ഓർമ്മയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി തപ്പിപ്പിടിച്ചെടുക്കായിരുന്നേ. അല്ലടാ, ബസ്സിനകത്ത് വെച്ച് മറന്നാണെങ്കിലേ ആ, അത് ബസ്സുകാര് അവരുടെ ഓഫീസ് കൊടുത്തിട്ടുണ്ടാവും. ആ. നമുക്ക് സ്റ്റാൻഡിൽ പോയി ചോദിക്കാം. എടാ, ഇത്തിരി പ്രസാദത്തിനോട് ഇത്രയും റിസ്ക് എടുക്കുന്ന എന്തിനാടാ? ഞങ്ങൾക്കേ ഇത് റിസ്ക് അല്ലച്ചാ. ആ, അതൊക്കെ പോട്ടെ, ഗുരുവായൂരിന്ന് നേരെ നെല്ലുവായിലേക്കൊക്കെ പോയി ഉക്കുടി നിവേദ്യൊക്കെ സേവിച്ചായിരുന്നോ? ആ, അതൊക്കെ ചെയ്തായിരുന്നു. ആ, എന്നിട്ട് പിന്നെ ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ ഇവിടെ കിടന്ന് കറങ്ങി എന്തിനാ? അച്ഛൻ ഹെൽമെറ്റ് ഒക്കെ വെച്ച് സ്കൂട്ടറിൽ പച്ചക്കറി കടയിൽ പോവേ, പച്ചക്കറി മേടിക്കുകയും ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. ഇതൊക്കെ ചെയ്തിരിക്കുന്നതേ അച്ഛൻ ഗുരുവായൂരുണ്ടെന്ന് പറഞ്ഞ സമയത്താ. അല്ല ചാ, അച്ഛനെ രാവണന്റെ വിമാനമുണ്ടോ ഈ ഗുരുവായൂരിൽ ഇങ്ങോട്ടും എവിടെ അങ്ങോട്ടും ഒക്കെ പറക്കാൻ? എടാ, നിനക്കൊക്കെ ഇപ്പൊ എന്താടാ വേണ്ടത്? ആരാ ഇവര്? അച്ഛനും ഇവരുമായിട്ടുള്ള ബന്ധം എന്താ? അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇവിടെ ഒളിച്ചു താമസിക്കായിരുന്നു. ഹ്, എന്തിനാ ഇവിടെ ഈ വീട്ടിൽ ഒളിച്ചു താമസിച്ചേ? എന്താ ഹരിതയുടെ അമ്മ ഒന്നും പറയാത്തെ? എനിക്കൊന്നും അറിയില്ല. പിന്നെ ആർക്കാ അറിയാവുന്നത്? അച്ഛന്റെ രണ്ടാം ഭാര്യയാണോ അവര്? അനാവശ്യം പറയരുത് കേട്ടോ. അത്ര പെട്ടെന്നൊന്നും കുറ്റം സമ്മതിക്കില്ല കേട്ടാ. അതുകൊണ്ട് വാ, നമുക്ക് പോവാം. എടാ, നീയൊക്കെ ഓരോരോ സംശയങ്ങൾ മനസ്സിൽ വെച്ചിട്ടേ അത് മക്കളുടെ അടുത്തൊന്നും പോയി പറയരുത്. ആ, അതെന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. വേടാ. ഗംഗേട്ടാ, പിടിക്കപ്പെട്ടെന്നാ തോന്നുന്നത്. ഇരിക്കെ. ഗുരുവായൂർ അച്ഛൻ വന്നായിരുന്നാ? അത് പിന്നെ വിളിച്ചൊന്നുമില്ലേ? വിളിച്ചായിരുന്നു. ഗുരുവായൂർ ഉച്ചയ്ക്ക് പുറപ്പെട്ട ആള് ഇപ്പോഴെത്താൻ ഗുരുവായൂരിന് എയർപോർട്ടൊന്നുമില്ല. അച്ഛൻ ഫ്ലൈറ്റിലല്ല വന്നതും. അച്ഛൻ്റെ അടുത്ത് ഇതുപോലൊക്കെ തന്നെ ഞാൻ ചോദിച്ചിരുന്നു, പക്ഷെ വ്യക്തമായ ഒരു മറുപടി തന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? ഹരിതയെ അമ്മയും കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾക്കൊപ്പം അച്ഛനുണ്ടായിരുന്നില്ലേ? എന്താ കുട്ടിയൊന്നും മിണ്ടാത്തത്? അച്ഛൻ പറയുന്നത് കുടുംബസുഹൃത്തിന്റെ വീടായതുകൊണ്ട് വന്നെന്നൊക്കെയാ. ആയിക്കോട്ടെ, അങ്ങനെ വന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇന്നലെ ഇന്നും ഒക്കെ അച്ഛൻ ഗുരുവായൂരിലാണെന്നാ പറഞ്ഞേ. എന്നാ അത് കള്ളായിരുന്നു. അച്ഛൻ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞെന്നാ എന്റെ ചോദ്യം.
ഹരിത നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. കള്ളം പറയുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ അച്ഛൻ എന്നോടും ഹരിയേട്ടനോടും ഇല്ലാത്ത കഥകൾ പറയില്ലെന്നായിരുന്നു വിശ്വാസം. എന്നാൽ ഇന്നത്തോടെ അത് മാറി. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ ആ വീടിന്റെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റൊരാൾ പറഞ്ഞിട്ടല്ല ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അച്ഛൻ ഹരിതയുടെ വീട്ടിലുണ്ടെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ കുറച്ചു മുമ്പ് വരെ ഹരിതയോട് സംസാരിച്ചത്. അതിനു മുമ്പ് എന്റെ അച്ഛനെയും തന്റെ അമ്മയും ഒരുമിച്ച് ഹരിയേട്ടൻ കണ്ടു. രണ്ടാളും കൂടെ ഒരു കരിക്കടയിന്ന് കരിക്കുടിക്കായിരുന്നു. അപ്പൊ തന്നെ അത് മൊബൈലിൽ പകർത്തി എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു. അവിടെ തൊട്ടാണ് എനിക്ക് സംശയം തുടങ്ങിയത്. എന്നുവെച്ചാ ഗുരുവായൂരാണെന്ന് അച്ഛൻ പറയുമ്പോഴും ഇവിടെ നിങ്ങൾക്കൊപ്പം അച്ഛൻ ഉണ്ടായിരുന്നെന്നർത്ഥം. ഇനി പറ, എന്താ അച്ഛന് നിങ്ങളുമായിട്ടുള്ള ബന്ധം? പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ പോകാറുണ്ടെന്നാ പറഞ്ഞിരുന്നത്. ശരിക്കും അങ്ങോട്ട് തന്നെയാണോ വന്നിരുന്നത്, അതോ ഹരിതയുടെ വീട്ടിലേക്കോ? എന്റെ സംശയങ്ങൾക്ക് മറുപടി തരാതെ കരയാണോ? കരഞ്ഞ് മനസ്സിനെ ശാന്തമാക്ക്, എന്നിട്ട് ഞാൻ വരാം. അപ്പോഴെന്നോട് സത്യങ്ങൾ പറയണം. അറിയേണ്ടത് എനിക്ക് അറിയണം, അറിഞ്ഞേ തീരൂ. ഒരുപാട് തവണ ഗംഗേട്ടനോട് പറഞ്ഞതാ മാറി താമസിക്കാൻ, എന്നിട്ട് കേട്ടില്ല. അതെ, അത് മാത്രം നീ പറയരുത്. ഞാൻ പോകാൻ പോകുമ്പോ നിനക്കും ഹരിതമൊക്കും വലിയ വിഷമാ. ഗംഗേട്ടന് വിഷമമില്ലേ? ആ, എല്ലാവർക്കും വിഷമമാ. അതുകൊണ്ടല്ലേ പോകാതിരുന്നത്. എന്നാ പിന്നെ പുറത്തോട്ട് ഇറങ്ങാതിരുന്നൂടായിരുന്നോ? മോൾ എല്ലാ സാധനവും ഇവിടെ എത്തിച്ചു തരുമായിരുന്നല്ലോ. അപ്പോ എന്നെ കൊണ്ട് പുറത്തിറങ്ങിയേ പറ്റൂ. ഞാൻ നിങ്ങളുടെ കുടുംബ സുഹൃത്താന്നാ നേരത്തെ പറഞ്ഞിരുന്നത്. അതിൽ തന്നെ നമുക്ക് ഉറച്ചു നിൽക്കാം. എത്ര ദിവസം നിൽക്കാൻ പറ്റും ഗംഗേട്ട? കോട്ടയത്ത് പോയിട്ട് ആ പരിസരത്തൊക്കെ തിരക്കി കഴിഞ്ഞാൽ സത്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റില്ലേ? അറിയുന്നെങ്കിൽ അറിയട്ടെ, അല്ല അതിപ്പോ എന്ത് ചെയ്യും? അവന്റെയൊക്കെ അമ്മ എന്നെ ചുട്ടുകൊല്ലുന്നത് രണ്ടും നേരിട്ട് കണ്ടിട്ടുള്ളതാ. ആ സമയത്ത് സത്യങ്ങൾ അറിഞ്ഞ എന്റെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ എന്നെ തള്ളിപ്പറയാണോ വേണ്ടത്? ഇവിടെ തള്ളിക്കളഞ്ഞതൊന്നും അല്ലല്ലോ. എങ്കിലും അവന്മാരുടെ സംസാരം അതെനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. ഇനി പോയി അവരവരുടെ അമ്മയോട് ഇതൊക്കെ പറയായിരിക്കോ? അതൊരിക്കലും ഉണ്ടാവില്ല. അവൾ അറിയേണ്ടാത്ത കാര്യങ്ങള് അവളെ അറിയിക്കത്തില്ല എന്റെ മക്കള്. ഞാൻ വിളറി വെളുത്ത ജയന്റെ മുമ്പിൽ നിന്നത്. ആ, അതാ നിന്റെ കുഴപ്പം. നിന്റെ മട്ടും ഭാവവും കണ്ടപ്പോ തന്നെ അവന്മാരെല്ലാം ഉറപ്പിച്ചു കാണും. ഓ, അവനാ ജയൻ. ഇനിയിപ്പൊ എന്ത് ചെയ്യോ എന്തോ. എടുക്ക്, അല്ലെങ്കിൽ രണ്ടാളും കൂടി ഇനി ഇവിടെ വരും. ഹലോ, അച്ഛനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. ഞങ്ങളെന്ന് പറഞ്ഞ എനിക്കും എന്റെ ഏട്ടനൊന്ന് കാണണമെന്ന്. അല്ല, പറയാനുള്ളതല്ല ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്തിനാ ഇനിയും കാണുന്നത്? എന്താ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരാം. വേണ്ട 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 വേണ്ട, നീ വിളിക്കുന്നിടത്തോട്ട് ഞാൻ വരാം. ആ, എന്നാലേ കുതിരക്കടവിലോട്ട് പോരെ. ഞങ്ങൾ രണ്ടാളും അവിടെ തന്നെ കാണും. പെട്ടെന്ന് വരണം കേട്ടോ. ഓ, എന്താ എന്താ പറഞ്ഞത്? അവന്മാർക്ക് എന്നെ കാണണമെന്ന് ഇപ്പൊ തന്നെ. ഇനി എന്തിനാണാവോ? അച്ഛനെ മക്കള് തല്ലൂ? തല്ലുന്നെങ്കിൽ തല്ലട്ടെ, എന്നാലും കുറ്റം ഞാൻ സമ്മതിക്കത്തില്ല. ഇനിയിപ്പോ ഒന്നും മൂടി വെക്കാൻ പറ്റില്ല ഗംഗേട്ട. പിന്നെ ഞാനെല്ലാം തുറന്നു പറയണോ? മോളെ ഇനി ജയൻ കണ്ടു കാണുവോ? അറിയില്ല. മോളെ ടെൻഷൻ ആക്കണ്ടെന്ന് കരുതിയാ ഞാൻ അങ്ങോട്ടൊന്നും വിളിച്ചു പറയാതിരുന്നത്.
ഇനി മോള് വരുമ്പോ പറഞ്ഞാ മതി കാര്യങ്ങളെല്ലാം, കേട്ടോ? അതെ, വേഷം മാറാതെ പോവാണോ? വലിയൊരു വേഷം മാറിക്കഴിഞ്ഞു. ആ വേഷവാ നിന്റെ ഭർത്താവിന്റെ വേഷം. ഇനിയിപ്പോ ഈ ഡ്രസ്സൊന്നും മാറിയെന്ന് കരുതി ആള് മാറാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ തന്നെ ധാരാളം മതി. അതെ, പോകുമ്പോ ഹെൽമെറ്റ് ഒക്കെ നന്നായി വെച്ചിട്ട് പോ. എന്തിനാടി ഇനി ഹെൽമെറ്റ് വെക്കുന്നത്? ജയനും ഹരിയെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. അവരുടെ അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. അവരറിയുന്നതിനേക്കാൾ വേറെ ഞാൻ ഭയക്കുന്നത് എന്റെ മക്കൾ അറിയുന്നതാണ്. അവന്മാർ ഒരിക്കലും കരുതി കാണില്ല എനിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നുള്ള കാര്യം. അച്ഛൻ വഴിതെറ്റിയത് മക്കൾ അറിഞ്ഞില്ല അല്ലേ? ആ, അത് ശരി. എനിക്ക് വഴിതെറ്റിയെന്ന് നീ തന്നെ പറയണം. എടി, ഞാൻ നേരായ മാർഗത്തിലാ സഞ്ചരിച്ചത്. നിന്നെ മോളെ നേരാമണ്ണം നോക്കിയത്. സമയത്തിനും കാലത്തിനും ഒന്നും ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും എന്റെ മക്കളെ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതലായ നമ്മുടെ മോളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. ഇല്ലെന്നൊന്നും നിനക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ വഴിതെറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞതോ? വഴി തെറ്റിയതല്ലടി സുകന്യെ, തെറ്റിച്ചതാ. ഒരുത്തി വെളിച്ചപ്പാടായിട്ട് മുന്നിൽ നിന്ന് ഉറഞ്ഞു തുള്ളുമായിരുന്നു. അത് കണ്ടും കേട്ടും മടുത്തപ്പോഴാ എനിക്ക് വഴി മാറി സഞ്ചരിക്കണമെന്ന് തോന്നിയത്.